ഹായ്! നമ്മളിന്ന് ജസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസ് കാണിക്കുകയാണേ. ഫ്രൈഡ് റൈസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ചിക്കൻ ഉണ്ട്, എഗ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നത് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, അതുപോലെ സ്പ്രിംഗ് ഓണിയൻ, പിന്നെ കുറച്ച് ഗാർലിക്. ഇനി നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് കനോല ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ചിക്കൻ ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എഗ്ഗ് ഒന്ന് അതിനകത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എഗ്ഗിലും നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പറാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മറ്റേ പാൻസിൻ്റെ ബസ്മതി റൈസാണ്. ആ റൈസ് നമ്മൾ 2 കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മളൊന്ന് ഒരൊറ്റ വിസിൽ വരണ്ട, അതിന് മുമ്പ് തന്നെ നമ്മൾ എടുക്കണം. കാരണം ഇത് റൈസ് അല്ലെങ്കിൽ ചിലപ്പോൾ വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ അതുപോലെ ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ആദ്യം തന്നെ നമ്മൾ ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഗാർലിക് ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെജീസ് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചിക്കൻ, എഗ്ഗ്, അതുപോലെ സോയ സോസ് അതെല്ലാം ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഒന്ന് സോട്ടായാൽ മതി. അതങ്ങനെ കുക്കൊന്നും ആവണ്ട, കാരണം അതൊന്ന് ക്രഞ്ചി ടേസ്റ്റ് വേണം നമുക്ക്. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മളുടെ ആവശ്യത്തിനായിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ്ചർ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇച്ചിരി പെപ്പർ അതുപോലെ തന്നെ സോൾട്ട് ആഡ് ചെയ്യുക. ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയനും കൂടെ ആഡ് ചെയ്ത് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എങ്ങനെയുണ്ട്? Yummy, yummy.